ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവ് തൻ്റെ ദിവ്യസ്നേഹത്താൽ നമ്മെ എല്ലാവരെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സംരക്ഷണവും നമ്മെ അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ നയിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെ സഹായം മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റാഫായേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യർക്കുള്ള ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുവചനം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാവരിലുമുള്ള ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും, എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുവചനം എന്ന ഈ ധ്യാന ഭാഗത്ത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായത്തിലെ 60 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പത്രോസിൻ്റെ അവഗണനയും ഈശോയുടെ പരിഗണനയുമാണ് ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അവിടെയുള്ള ആളുകൾ, പരിചാരകർ, കാവൽക്കാർ പത്രോസിനോട് ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ദൈവരാജ്യത്തെക്കുറിച്ചല്ല. ആ ചോദ്യം സൂര്യൻ്റെ ഭാരത്തെക്കുറിച്ചല്ല. ആ ചോദ്യം ഭൂമിയുടെ സ്പീഡിനെക്കുറിച്ചല്ല. പിന്നെയോ പത്രോസിന് ഏത് ഉറക്കത്തിലും ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ 3 വർഷമായി തന്നെ പരിരക്ഷിച്ച ഒരു ഗുരുവിനെക്കുറിച്ച്, പേര് മാറ്റി നീയാകുന്ന പാറമേൽ എൻ്റെ ആലയം ഞാൻ പണിയും എന്ന് പറഞ്ഞ ഗുരുവിനെക്കുറിച്ച്, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്ന ഞാൻ സ്വർഗത്തിൽ അഴിക്കുമെന്ന് പറഞ്ഞ് സ്വർഗത്തിൻ്റെ താക്കോൽ കൈമാറിയ ആ ഗുരുവിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യമുയരുന്നത്. ഈ പ്രിയ ഗുരുവിനെയാണ് പത്രോസ് അവഗണിക്കുന്നത്, പിന്നെ തള്ളിപ്പറയുന്നത്. ഈ ഗുരുവിനെ അറിയില്ല എന്ന് പറയുന്ന പത്രോസിൻ്റെ മാനസിക അവസ്ഥ എന്തായിരിക്കാം? 4 സുവിശേഷകന്മാരും ഇക്കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സംഭവം എഴുതുന്നതിൻ്റെ സാഹചര്യമോ അതിന് പിന്നിലുള്ള ആത്മീയതയെക്കുറിച്ച് ആദ്യം നമുക്ക് ചിന്തിക്കാം. സഭയുടെ ശൈശവദശ, മെല്ലെ മെല്ലെ സഭ വളർന്നു വരുന്നു. പത്രോസ് ആണ് അപ്പസ്തോല പ്രമുഖനായിട്ടുള്ള വ്യക്തി, സഭയുടെ അമരത്ത് നിൽക്കുന്ന വ്യക്തി, സഭ നയിക്കേണ്ട വ്യക്തി. സ്വാഭാവികമായിട്ടും വിശ്വാസികളിടയിൽ പേരും അംഗീകാരവും ആദരവും സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും സങ്കടകരമായ, അപമാനകരമായ ഒരു കാര്യം ഈ സുവിശേഷകന്മാർ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണ്? വേണമെങ്കിൽ ഈ തെറ്റുകളെക്കുറിച്ച് ഇത്ര വിശദമായി പറയാതെ ഒരു സൂചന നൽകി അവർ കടന്നു പോകാമായിരുന്നു. അങ്ങനെ പത്രോസ് ശ്ലീഹായുടെ ഇമേജ് വിശ്വാസികളിടയിൽ കാത്തു സൂക്ഷിക്കാമായിരുന്നു. ഒരുപക്ഷെ ഇന്നും അദ്ദേഹത്തിൻ്റെ ഇമേജ് അല്പം കൂടെ ഉയർന്നു നിന്നേനെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ 4 സുവിശേഷകന്മാരും ഈ ഭാഗം എഴുതി വെക്കാനുള്ള കാരണം?
വിശുദ്ധ ഗ്രിഗറി പറയുന്നത് ഇങ്ങനെയാണ്: ഗുരുവിൻ്റെ വലിയ വീഴ്ചയെക്കുറിച്ച് ശിഷ്യനായ മർക്കോസ് സവിസ്തരം പ്രതിപാദിക്കുന്നു. ഒരുപക്ഷെ മറ്റ് സുവിശേഷകന്മാർ വിവരിക്കുന്നതിലും വിശുദ്ധമായി അദ്ദേഹം വിവരിക്കുന്നു. അതുവഴിയായിട്ട് മനുഷ്യനാണെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമെന്നും എത്ര വലിയ മനുഷ്യനാണെങ്കിലും വീണാൽ കർത്താവിലേക്ക് നോക്കിയാൽ അവിടുന്ന് കരുണാപൂർവ്വം സ്വീകരിക്കുമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഈ പത്രോസ് എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ, ആ മഹാവിശുദ്ധൻ്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ഈ പാളിച്ചയോട്, വീഴ്ചയോട് ദൈവം ഏത് നിലപാടെടുത്തു എങ്കിൽ എന്നോടും നിങ്ങളോടും വരും തലമുറയോടും ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന എല്ലാവരോടുമുള്ള കർത്താവിൻ്റെ മനസ്സാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ മറച്ചു വെക്കുന്നതിലല്ല വിശുദ്ധി, തെറ്റുകൾ അംഗീകരിക്കുന്നതിലാണ്, അത് ഏറ്റുപറയുന്നതിലാണ്. മറിച്ച് നമ്മളൊക്കെ നമ്മുടെ സൽപ്പേര് സൂക്ഷിക്കാനും നമ്മുടെ കുടുംബമഹിമ സംരക്ഷിക്കാനും നമ്മുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും നമുക്കുണ്ടാകുന്ന വീഴ്ചകളും നമുക്കുണ്ടായ തെറ്റുകളൊക്കെ മറച്ചു വെച്ചും ന്യായീകരിച്ചുമൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി. അപ്പോൾ മാനസാന്തരമല്ല സംഭവിക്കുക, മറിച്ച് ആത്മനാശമാണ് അതിന് പരിണതഫലം എന്ന് നമുക്ക് ഓർക്കാം. വലിയ വചനപ്രഘോഷകനായിരുന്നു ബ്രൗൺലോ നോർത്ത് എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, യൗവനം മുഴുവനും അത്ര നല്ലതായിരുന്നില്ല. വളരെ തിന്മയിൽപ്പെട്ട് ജീവിച്ച വ്യക്തി, ലോകസുഖങ്ങളിൽപ്പെട്ട് ജീവിച്ച വ്യക്തി, പാപവഴിയിലൂടെ ധാരാളമായി പോയ വ്യക്തി. പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം അബർഡീൻ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. പ്രസംഗപീഠത്തിലേക്ക് നടക്കുന്ന സമയത്ത് ആ ഓഡിയൻസിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേപ്പർ മടക്കി കൊടുത്തു. ഇദ്ദേഹം ആ പേപ്പർ വായിച്ചുകൊണ്ടാണ് പ്രസംഗപീഠത്തിലേക്ക് നടക്കുന്നത്. അവിടെ ചെന്നു ആ പേപ്പർ തുറന്നു വെച്ചു. അതിലെഴുതിയ കാര്യം അദ്ദേഹം വായിച്ചു. ബ്രൗൺലോ, താങ്കളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ താങ്കൾ ചെയ്ത വലിയൊരു തിന്മ, ഒരു തെറ്റ് എനിക്കറിയാം. ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മേലാൽ ഇവിടെ പ്രസംഗിക്കരുത്. താങ്കൾ പ്രസംഗം തുടങ്ങിയാൽ ഞാൻ ആ സംഭവം വെളിപ്പെടുത്തും. താങ്കളെ ഞാൻ ഈ സമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കും, അപമാനിതനാക്കും. അദ്ദേഹം ആ ഭാഗം വായിച്ചു. പിന്നെ അദ്ദേഹം ചെയ്ത് തെറ്റെന്താണെന്നോ എഴുതിയതും വായിച്ചു. ഒരു പേപ്പർ മടക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അപമാനിതനാകുന്ന ഓർത്ത് ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാതിരിക്കുന്നില്ല. ഞാനത് പ്രസംഗിക്കുന്നു. കാരണം ഈ കത്തിൽ പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. കർത്താവിൻ്റെ ക്ഷമ എന്നെ തേടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സാഹചര്യം വന്നാലോ, ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും സൗകര്യങ്ങളൊന്നും പണ്ടില്ല. എങ്കിലൊരു മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയും അപമാനിക്കാനുള്ള എല്ലാ സംവിധാനവും എല്ലാ കാലഘട്ടത്തും ലോകത്തുണ്ട്. ചിലർ അതിനകത്ത് വളരെ എക്സ്പേർട്ടാണ് താനും. ഇവിടെ ഈ തെറ്റുകൾ വേണമെങ്കിൽ ഇയാൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ഈ പേപ്പർ മടക്കി കീശയിട്ട് അദ്ദേഹത്തിന് പ്രസംഗവേദി വിട്ടുപോകാം. പക്ഷേ ആ മനുഷ്യൻ അത് ഏറ്റുപറയുകയും സമ്മതിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് അദ്ദേഹത്തിലുള്ള ആ ദൈവികമായ ഭാവം തന്നെയാണ്. പത്രോസിലും നമ്മൾ കാണുന്നത് തന്നെയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തു, വീഴ്ചയുണ്ടായി, അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. കർത്താവിൻ്റെ നേരെ നോക്കി, കർത്താവ് നോക്കി, പിന്നെ പോയി ഒത്തിരി വേദനയോടെ പാപത്തെക്കുറിച്ച്, തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് സങ്കടപ്പെട്ട് കരയുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. ഇതാണ് മനുഷ്യജീവിതത്തിൽ അനിവാര്യമായ ഒരു മനോഭാവമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ വീഴ്ചകളെക്കുറിച്ച് നമ്മൾ മാറ്റിവെക്കുകയല്ല, പുറംതിരിഞ്ഞ് നിൽക്കുകയല്ല, ന്യായീകരിക്കുകയല്ല, മറിച്ച് അതിനെ അംഗീകരിക്കുകയാണ്. പക്ഷേ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥ, മൈ കൺഫെഷൻ. അദ്ദേഹത്തെ ജീവിതത്തിലെ എല്ലാ വൾഗറായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള, മ്ലേച്ഛമായിട്ട് സംഭവിച്ച പാപത്തിൻ്റെ അവസ്ഥയും അദ്ദേഹം ഏറ്റുപറയുന്നുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തെ ജീവിതത്തിലെ കുറവുകൾ, വീഴ്ചകൾ ഏറ്റുപറയുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി തൻ്റെ വീഴ്ചകളെക്കുറിച്ച് ഏറ്റുപറയുകയും സങ്കടപ്പെടുകയും കരയുകയും കർത്താവിനോട് പാപമോചനം യാചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ എന്തുകൊണ്ടാണ് ഇത് സമ്മതിക്കുന്നത്?
എന്തുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നില്ല, നമ്മൾ സമ്മതിക്കുന്നില്ല? ഈ പറഞ്ഞ ഈ മഹാത്മാർ, വിശുദ്ധരായ ആളുകൾ ദൈവത്തിൻ്റെ ക്ഷമ അനുഭവിച്ചവരാ. അവരെ കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിച്ചവരാ. അവർക്ക് ദൈവത്തിൻ്റെ പരിഗണനയാണ് ആവശ്യം, ദൈവത്തിൻ്റെ നീതീകരണമാണ് ആവശ്യം, മനുഷ്യൻ്റെ അവഗണനയല്ല. മനുഷ്യൻ കുറ്റപ്പെടുത്താം, മനുഷ്യർ നമ്മളെ വിമർശിക്കാം, മനുഷ്യർ നമ്മളെ പരസ്യമായ രഹസ്യമായിട്ടൊക്കെ അവഹേളിക്കാം, ഒരുപക്ഷെ അപവാദ പ്രചരണം നടത്താം. പക്ഷേ ദൈവം എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ വാക്കുകളെക്കുറിച്ച് അധികം വ്യാകുലപ്പെടുന്നില്ല, സങ്കടപ്പെടുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല, വിഷമം തോന്നുന്നില്ല. ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം അവർ അറിഞ്ഞതാണ്. വിശുദ്ധ അഗസ്തീനോസ് ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് മാരകമായ പാപം ചെയ്തു, നിലവിളിച്ചു പ്രാർത്ഥിച്ചു, രാജസ്ഥാനം തിരിച്ചു കിട്ടി. പത്രോസ് മാരകമായ പാപം ചെയ്തു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു, പശ്ചാത്താപിച്ച് യാചിച്ചു, അപ്പസ്തോല പ്രമുഖ സ്ഥാനം തിരിച്ചു കിട്ടി. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വീഴ്ചകൾ ഉണ്ടായി എന്നതിലുപരിയായിട്ട് ആ വീഴ്ചകളെക്കുറിച്ച്, ആ പാപത്തെക്കുറിച്ച് നമ്മൾ അനുദപിച്ചിട്ടുണ്ടോ? ദൈവത്തിലേക്ക് മടങ്ങി വരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ മടങ്ങി വന്നവർക്ക് തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചകളും പോരായ്മകളും ഏറ്റുപറയുന്നതിന് യാതൊരു ലജ്ജയുമില്ല. അങ്ങനെ ശരിക്കും മടങ്ങി വരാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ അത് സമ്മതിക്കാത്തതും അത് മറച്ചു വെക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പകൽമാന്യന്മാരായി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതും. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിൽ വന്ന ദൈവികമായ ഇടപെടൽ എല്ലാ മനുഷ്യ ദൈവ ബന്ധങ്ങളിലെയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് 4 സുവിശേഷകന്മാരും ഈ ഭാഗം രേഖപ്പെടുത്തുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. വിശുദ്ധ ഗ്രിഗറി പറയുന്ന പോലെ ഒരു പരിചാരകയുടെ മുമ്പിൽ തൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞതിലൂടെ തുടർന്നുള്ള അനുതാപത്തിൻ്റെ കണ്ണുനീരിലൂടെയും സഭയുടെ ഇടയൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് സ്വന്തം വീഴ്ചയിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതാണ് സഭയുടെ രീതി. ഇങ്ങനെ ആയിരിക്കണം സഭ. ഇങ്ങനെയാണ് സഭയുടെ ആദ്യ മാർപ്പാപ്പയുടെ ആദ്യ ശ്രേഷ്ഠ പുരോഹിതൻ്റെ ജീവിതമെങ്കിൽ ഇന്നും സഭ ആ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടത്. ഇന്ന് സഭയിൽ ഓരോ വ്യക്തിക്കും ഈ മനോബന്ധം തന്നെ ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ 2000 ആണ്ടിലെ മഹാജൂബിലി നടക്കുമ്പോൾ വന്ധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട ജോൺ പോൾ 2 മാർപ്പാപ്പ ഒരു വലിയ കുരിശുരൂപം പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 2000 വർഷമായി സഭയ്ക്കുണ്ടായ വീഴ്ചകളെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ മാപ്പ് പറഞ്ഞത് ഒരു ഹൃദയഭേദകമായ, ഹൃദയസ്പർശിയായ ഒരു സംഭവം പലരുടെ മനസ്സിലുണ്ട്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പല പ്രാവശ്യമായിട്ട് സഭയുടെ പോരായ്മകളും സഭയുടെ കുറവുകളും ഏറ്റുപറഞ്ഞിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ മുമ്പ് നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് കാനഡയിൽ പോവുകയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണെങ്കിലും സഭയുടെ ഭാഗത്തുണ്ടായ ആ വീഴ്ചകളെയും പോരായ്മകളെയും കുറവുകളെയും പാപത്തെയും സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് സഭയുടെ മനോഭാവം. ഇതായിരിക്കണം സഭാ നേതൃത്വത്തിൻ്റെയും സഭ അംഗമായ നമ്മൾ ഓരോരുത്തരുടെയും മനോഭാവം എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 32-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു: ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. അപ്പോൾ പാപം ഏറ്റു പറയാതെ വന്നപ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ച ആത്മീയ പീഡനം മാത്രമല്ല, ശാരീരികമായ വേദനകളെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത്. പാപം ഏറ്റു പറഞ്ഞാലോ ഒരു മനുഷ്യന് കിട്ടുന്ന സന്തോഷവും സമാധാനവും. ഇപ്പോൾ കുറവുകൾ, വീഴ്ചകൾ ഉണ്ടാകാതിരിക്കുക എന്ന് ആർക്കും ഗ്യാരണ്ടിയില്ല. പരിശ്രമിക്കാം. പക്ഷെ വന്നു പോയാലോ ദൈവത്തിനു മുമ്പിൽ അത് തുറന്നു വെക്കുവാനും സമ്മതിക്കുവാനുമുള്ള, അംഗീകരിക്കുവാനുമുള്ള ഒരു എളിയ മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇപ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ വീഴ്ചകളുണ്ടാകാറുണ്ട്, തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ പലപ്പോഴും മറച്ചു വെച്ച് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുവാനും, ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരാണ് കാരണമെന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാനും, അതുമല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കുവാനുമുള്ള പരിശ്രമമാണ് പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അംഗീകരിച്ച് ഏറ്റുപറയുമ്പോൾ നമ്മൾ ഒട്ടും നമ്മുടെ ഇമേജ് നഷ്ടപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മുടെ ഈഗോ തകരുന്നുണ്ട്. ഞാൻ ആരോ ആണ്, ഞാൻ എന്തോ ആണ്,
ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല എന്ന ധാരണയ്ക്ക് ചിലർക്കുണ്ട്. ഒരിക്കലും തെറ്റ് പറ്റാത്ത ദൈവത്തെ പോലെയാണ് ഞാനെന്ന് അവകാശപ്പെടുന്ന ചില മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഈഗോകൾ നഷ്ടപ്പെടുകയും ആ മനുഷ്യൻ ശരിക്കും എന്താണ്, ദൈവത്തിനും എത്രമാത്രം നമുക്ക് പരിമിതികളുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാ ഒരു വിശുദ്ധമായ ജീവിതത്തിനും ഈ ഒരു മനോഭാവം ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, പൊതു ഇടങ്ങളിൽ പൊതുവേദിയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, നേതാക്കന്മാരാകട്ടെ, ഇവൻ സഭയിൽ പോലും വന്നിരിക്കുന്ന വീഴ്ചകൾ ഒരു വ്യക്തിക്കുണ്ടായ വീഴ്ചയായിരിക്കും. അത് പറഞ്ഞ് സമ്മതിച്ചാൽ പരിഹരിക്കപ്പെടേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. മക്കൾക്ക് വീഴ്ചയുണ്ടായി, അത് സമ്മതിക്കുക. മാതാപിതാക്കൾക്ക് വീഴ്ചയുണ്ടായി, സമ്മതിക്കുക. ഭാര്യയുടെ ഭാഗത്ത്, ഭർത്താവിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, സമ്മതിക്കുക. ആ ഒരു കൾച്ചർ, ആ ഒരു ആത്മീയമായ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ പിന്നെ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഈ ഈഗോ പ്രശ്നമൊന്നുമില്ല, ഇമേജ് പ്രശ്നമൊന്നുമില്ല. അവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആർക്ക് എപ്പോൾ വേണം അബദ്ധം പറ്റാം, ആർക്ക് വേണം, മനുഷ്യൻ ആർക്ക് വേണം എപ്പോൾ വേണം വീഴാം, അത് ഉറപ്പാണ്. പത്രോസ് വീണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യമാണോ? അപ്പം അതുകൊണ്ട് ആ വീഴ്ച എന്നുള്ളതല്ല, മറിച്ച് വീണിട്ടുണ്ടെങ്കിൽ, കുറവുകളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്ത വഴിയായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പത്രോസ്ലിഹായുടെ ആ അരൂപിയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണെന്ന് നമുക്ക് ഓർക്കാം. വിശ്വപ്രസിദ്ധമായ ഒരു നോവലാണല്ലോ കാരമസോവ് സഹോദരന്മാർ. നിങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ടാകാം. അതിനകത്തെ ഒരു കഥാപാത്രമായ ഇവാൻ പറയുന്നൊരു കഥയുണ്ട്, അല്ലെങ്കിൽ ഇവാൻ എഴുതുന്നൊരു കഥയാണ് മഹാനായ കുറ്റവിചാരകൻ. ഈ മാഡ്രിഡ് കത്തീഡ്രൽ ദേവാലയ പരിസരത്ത് വെച്ച് ഈശോ ഒരു വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ആ സംഭവം അവിടെ വലിയ ബഹളത്തിന് കാരണമായി. ഈശോ പിടിക്കപ്പെട്ടു. കർദിനാളിൻ്റെ അടുക്കൽ ഈശോയെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ രാത്രിയിൽ വിളക്കുമായി യേശുവിനെ കാണാൻ വരുന്ന കർദിനാൾ യേശുവിനോട് പറയുന്നൊരു കാര്യമാണ്, ഇനി ഇവിടെ കണ്ടുപോകരുത്, വേഗം സ്ഥലം വിട്ടണം. വളരെ കർക്കശമായൊരു കൽപ്പനയാണ്. ഇപ്പം ഇത്രയും ഈ താക്കീത് കൊടുത്തു. പിന്നെ എഴുത്തുകാരൻ്റെ ഇവാൻ്റെ പ്രശ്നം, ഇനി ഈശോ എങ്ങനെ പ്രതികരിക്കും? താൻ സ്ഥാപിച്ച സഭയിൽ താൻ തന്നെ അധികാരം ഏൽപ്പിച്ച ഒരു വ്യക്തി തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു. ഈ വ്യക്തിയോട് യേശു എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു മതവിരുദ്ധനായ അല്ലെങ്കിൽ സഭാവിമർശകനായ ഈ ഇവാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. ആ രാത്രി അന്ന് അയാൾ മുഴുവൻ അസ്വസ്ഥനായി. പിന്നെ അടുത്ത സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നില്ല. പിറ്റേന്ന് അതിരാവിലെ ഇയാൾ എഴുന്നേറ്റ് അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് പോവുക, ഒരു കൊവേന്തയിലേക്ക് പോവുക, ഒരു സന്യാസ ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് പ്രായമുള്ള ഒരു സന്യാസ വൈദികനുണ്ട്. ആ വൈദികനോട് ചോദിക്കാൻ വേണ്ടി സോസിമ എന്ന് പറയുന്ന സന്യാസ വൈദ്യൻ്റെ അടുത്ത് പോയി തൻ്റെ ഈ അവസ്ഥ അദ്ദേഹം പറഞ്ഞു. യേശുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ആ കർദിനാളിനോട്? ഈ സന്യാസവര്യന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം മറുപടി കൊടുത്തു. ഈശോ ആ കർദിനാളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കടന്നു പോകും. ഈശോ ആ കർദിനാളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കടന്നു പോകും. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കഥ അവസാനിപ്പിക്കുന്നത്. ഇതാണ് ഈശോയുടെ മനോഭാവം, ഇതാണ് ഈശോയുടെ രീതി എന്ന കാര്യം നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു ഈ യൂദാസിൻ്റെ കാര്യത്തിലും യൂദാസിന് അവസാന നിമിഷമാണ് ശരിയായ മാനസാന്തരമുണ്ടായത്, പശ്ചാത്താപമുണ്ടായത്. അയാൾ ഓടി അലച്ച് കരഞ്ഞ് നിലവിളിച്ച് കാൽവരിയിലേക്ക് വരുന്നു. ഈശോ കുരിശിൽ കടന്ന് പിടയുന്ന സമയം, ആ മരണത്തിൻ്റെ അവസാന സമയത്ത് എത്തിയിരിക്കുന്നു. അയാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ക്ഷമിക്കണം ഗുരു, ഞാൻ നിന്നെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു ഈശോ പറയും, യൂദാസെ, സമയം കഴിഞ്ഞുപോയി, ഞാൻ തിരിച്ചു പോവുകയാണ്, എങ്കിലും നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ഈശോയ്ക്ക് അതേ പറയാൻ പറ്റുകയുള്ളൂ. ഈശോ അത് മാത്രമേ പറയൂ. അതാണ് ഈശോ, അതാണ് ഈശോ എന്നാണ് ഇന്ന് നമ്മൾ ആദ്യമേ വായിച്ചു കേട്ട സുവിശേഷം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഈശോ അവൻ്റെ നേരെ നോക്കിയെന്നും അവൻ പോയി കണ്ണീര് വാർത്തുവെന്നും അനുതാപത്തിൻ്റെ നമുക്കറിയാം, പശ്ചാത്താപത്തിൻ്റെ എന്നറിയാം. പിന്നെ പത്രോസ് എന്തായി തീർന്നുവെന്ന് തുടർന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മറച്ചു വെക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മതിക്കുന്നതിലാണ്
വിശുദ്ധി എന്ന് പറയുന്നത്. പത്രോസ് എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യനും ഇടർച്ചയുണ്ടായെങ്കിൽ ദുർബലരായ നമുക്ക് എത്രയോ അതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ഈശോയിലേക്ക് നോക്കുക, അവൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക. അവൻ നമ്മളെ ഉയർത്തും, അവൻ നമ്മളെ വിശുദ്ധീകരിക്കും, അവൻ നമ്മുടെ എല്ലാ പാപക്കറകളും നീക്കിക്കളയും. ഈ സംഭവം സുവിശേഷകന്മാർ 4 പേരും അത് വിട്ടുപോകാതെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം ഈ ശ്രേഷ്ഠമായ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയാണ്. വറ്റിപ്പോകാത്ത കാരുണ്യത്തിൻ്റെ ഒരു ഉറവയാണ് ഈശോ എന്ന് വെളിപ്പെടുത്തിയാണ് ഈ അവസാന നിമിഷത്തിൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ അപ്പസ്തോല പ്രമുഖനായ പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞിട്ടും അവനോട് കരുണ കാണിച്ച് പണ്ട് വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ അവനെ പിടിച്ചുയർത്തിയെങ്കിൽ ഇന്ന് ഈ ദൈവനിഷേധത്തിൽ മുങ്ങിത്താഴുന്ന പത്രോസിനെ ഈശോ കരുണയുടെ കരങ്ങൾ നീട്ടി ഉയർത്തുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ ശ്രവിക്കുന്നവരെ, കർത്താവിൻ്റെ വലിയ കാരുണ്യം എൻ്റെ നേരെയും നിങ്ങളുടെ നേരെയും എപ്പോഴും തിരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വലിയ പ്രത്യാശയോടെ നോക്കുകയും നമ്മുടെ പരിമിതികളെ സമ്മതിക്കുകയും കൂടുതൽ ശ്രേഷ്ഠമായി ജീവിക്കുവാൻ അവിടുത്തോട് സഹായം യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.